ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാലത്ത് തന്നെ പറമ്പിൻ്റെ പുറകിലുള്ള ഒരു 6-7 ഏക്കർ സ്ഥലം ഇതേപോലെ ഈ ബുഷ് പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ഇത് ഇവിടെ പുല്ല് വെട്ടിയിട്ട്. കാരണം ഒരു 3 ഏക്കർ സ്ഥലത്തോളമാണ് ഞാൻ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കി 7 ഏക്കറോളം സ്ഥലം ഇങ്ങനെ ഈ യൂക്കാലിയൊക്കെ വളർന്നിങ്ങനെ കിടക്കുകയാണ്. അധികം വലിയ ചെടികളല്ല, ഇതുപോലെ ചെറിയ ചെറിയ ബുഷുകളാണ്. അപ്പോൾ അത് ട്രാക്ടറിൻ്റെ ഈ ബക്കറ്റ് വേണ്ടോ, ഈ 4-in-1 ബക്കറ്റ് നമ്മളിങ്ങനെ താത്തിയിട്ടിട്ട്, ഈ ബക്കറ്റ് ഇങ്ങനെ താത്തിയിട്ടിട്ട് നേരെ ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ താഴെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ചെടികളൊക്കെ നേരെ അങ്ങ് ഒടിഞ്ഞ് വീഴും. വന്നിട്ട് ഒരു സൈഡിൽ കിട്ടുന്നുണ്ടോ, ഈ നേരെ കാണുന്ന വഴിയിൽ മൊത്തം നമ്മൾ ഇത് ചെയ്തു. ഇപ്പോൾ ഈ മരം ഞാൻ ഒടിച്ച് ഒതുക്കി വെച്ചാണ്. ഇല്ല, ഇതൊക്കെ ഒന്ന് ഒടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെട്ടിക്കളയണം. ഇതെല്ലാം വാരിക്കൂട്ടി ഇത് ചെയ്യണം. ഇപ്പോൾ ഈ 2 സൈഡിൽ ഇത് ചെയ്തു. ഇതിൻ്റെ അടുത്ത നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ ഇതുണ്ടോ, നമ്മളിങ്ങനെ വെറുതെ ട്രാക്ടർ ഓടിക്കുള്ളൂ. ട്രാക്ടർ ഓടിക്കുമ്പോൾ ഇതുണ്ടോ, അത്യാവശ്യം കൈത്തണ്ടയുടെ മണ്ണുള്ള മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് ചെയ്യും. ഇപ്പോൾ കുറച്ച് സ്ഥലത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വന്നിങ്ങനെ കൂട്ടും. ഇപ്പോൾ ഇതേ കണ്ടോ, ആ ചാല് നമ്മളിപ്പോൾ ഇതേതോടത്തുള്ള ചാല് ഓൾറെഡി ഇതായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബക്കറ്റിൽ നിന്ന് താത്തിയിട്ടിട്ട് നമ്മളത് ഒന്നുകൂടെ ഒരു 2 പ്രാവശ്യം ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബക്കറ്റ് താത്തിയിട്ടിട്ട് വീണ്ടും നമ്മൾ അതിനെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തൊരു സ്ഥലത്ത് കൂട്ടും. അപ്പോൾ അടുത്തൊരു കർഷകനെ നമുക്ക് അടിക്കാം. അത്യാവശ്യം നല്ല പൊക്കമുള്ള മരങ്ങളാണ്.
ഹാഫ് ഡേ പരിപാടിയാണിത്. ഇങ്ങനെ മരങ്ങൾ ആദ്യം ഇടിച്ചു മറിക്കുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെ ബക്കറ്റ് താത്തിയിട്ടിട്ട് അതിനെ കോരിയെടുക്കുക, അങ്ങനെ ഒരു പരിപാടിയാണ്. ഇതുണ്ടോ, അത്രയും സ്ഥലം നമ്മളിപ്പോൾ വെളുപ്പിച്ചു. ഇതുണ്ടോ, ഈ സൈസ് മരങ്ങളാണ്. അത്യാവശ്യം മണ്ണുള്ള മരങ്ങളാണ്. ഇതാണ് നമ്മുടെ ട്രാക്ടർ. കുബോട്ടയുടെ 30 HP ട്രാക്ടറാണ്. അപ്പോൾ നമ്മളിത് ഒരു ചെയിൻസോ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ മണിക്കൂറുകൾ വേണം, ദിവസങ്ങൾ വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ഇതിനിപ്പോൾ ഇത് കണ്ടോ, ട്രാക്ടർ വെച്ച് അത്യാവശ്യം ഒരു കൈത്തണ്ടയുടെ വണ്ണം കൂടുതലുള്ള മരങ്ങളാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഓൾമോസ്റ്റ് ഇത് ഫുള്ളായിട്ട് പിഴുതിട്ടില്ല, പക്ഷേ ഉണ്ടോ ഇത്രയും മണ്ണുള്ള മരമാണ്. അതിനിപ്പോൾ തിരിച്ച് ഓടിച്ചു കഴിയുമ്പോൾ അത് മറിയും. ഇതുണ്ട്, ഇതൊക്കെ പിഴുതു പോന്നു. ഇതുണ്ടോ, ഇത്തരം മരമൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുത്ത് വലിയ പണിയാണ്. അപ്പോൾ ഇതാവുമ്പോൾ തിരിച്ച് മറിച്ച് ഓരോ ഓടിച്ചു കഴിഞ്ഞാൽ പറമ്പ് ക്ലിയർ ആവും. ഇത് കഴിഞ്ഞ് പുല്ല് വെട്ടി കഴിഞ്ഞാൽ ഇതുണ്ട്, നമ്മുടെയൊക്കെ നാട്ടിൽ തേമാലി കണ്ടത്തിലുള്ള പോലത്തെ മണ്ണാണ് കൃഷി ചെയ്യാൻ. നമുക്ക് ചേനയോ കപ്പയോ ഒക്കെ കൃഷി ചെയ്യാം, നല്ല മണ്ണാണ്. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഇങ്ങനെ ക്ലിയറായി. എത്ര മരങ്ങളാണ് ഒറ്റയടിക്ക്, ഇതുണ്ടോ എത്ര മരങ്ങൾ ഒറ്റയടിക്ക് മറിഞ്ഞു പോയി നോക്കി. ഇനി ഇത് തിരിച്ച് ഇനി വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഓടിക്കും. ഇപ്പം നീളത്തിലിങ്ങനെ ഓടിച്ചു, ഇനി കുറുക് ഓടിക്കുമ്പോൾ ഇതൊക്കെ ബക്കറ്റിൽ കയറുമ്പോൾ എടുത്തൊരു സൈഡിലിടും. അത് കഴിഞ്ഞിട്ട് പിന്നീട് വെയിൽ വന്നു കഴിയുമ്പോൾ കത്തിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ പറമ്പ്. ഒരു ഹാഫ് ഡേ പരിപാടിയുള്ളൂ. ഒരു 6-7 ഏക്കർ ക്ലീൻ ചെയ്യാനായിട്ടൊരു ഹാഫ് ഡേ പരിപാടിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പണി. പറമ്പ് മേടിച്ചതുകൊണ്ടായില്ല, ഇപ്പോൾ 2 വർഷം ആവണു ഞാൻ ഈ ഏക്കറേജ് മേടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോ പണി ചെയ്യാണ്. ഇതിനുമുമ്പ് ഒരു ട്രാക്ടർ മേടിച്ചു, ആ ട്രാക്ടർ വെച്ച് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ഫെസിലിറ്റി കൂടുതലുള്ള ട്രാക്ടറാണിത്. ഇതിനു മേടിച്ച ട്രാക്ടർ മിത്സുബിഷി ട്രാക്ടറാണ്. നിലവിലത് ഇവിടെ ഉണ്ട്, അത് ഞാൻ വിൽക്കാൻ പോവാണ്. അപ്പോൾ അതിനേലും കുറച്ചും കൂടി ഫെസിലിറ്റി കൂടുതലുള്ള ട്രാക്ടറാണ്, അത് പവർ കൂടുതലുള്ളതാണ്. ഇതിനൊരു നഗറ്റ് സ്ലാഷർ ഉണ്ട്, ബുൾഡോഗിൻ്റെ ഒരു സ്ലാഷർ ഇതിനുണ്ട്. പുല്ല് വെട്ടുന്ന വലിയ പുല്ലൊക്കെ വെട്ടാൻ പറ്റും. ഹെവി സാധനമാണ്. ഉണ്ടോ, ഇതിപ്പോൾ 4-in-1 ബക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. പിടിച്ച് നിരത്തി ഇത് ചെയ്യുന്നത് 4-in-1 ബക്കറ്റാണ്. ഇതിൽ ഓർഡറായിട്ട് ഉപയോഗിക്കാം, നമുക്ക് ലോഡറായിട്ട് ഉപയോഗിക്കാം, ഡയറക്റ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. സാധനങ്ങൾ മരക്കഷ്ണങ്ങളൊക്കെ വലിയ മരത്തടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കല്ലുകളോ ഒക്കെ കോരി മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടാം. ഇതിപ്പോൾ ഇതുണ്ട്, നമ്മൾ ഇങ്ങനെ ഇടിച്ച് നിരത്തി ഇത് വാരി കൊണ്ടുവന്ന് കൂട്ടിയെന്നാണ്. ഇതിപ്പോൾ കുറച്ചിങ്ങനെ ഇടയിൽ ഇങ്ങനെ തള്ളി പോരുമ്പോൾ ഇങ്ങനെ ഉള്ളത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയെന്നാണ്. മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ട് ഒരു 2-2.5 ഏക്കർ ഞാൻ ക്ലിയർ ചെയ്തു. ഇതുണ്ടോ,
ഇതിങ്ങനെ വെട്ടിയത് അവിടെ ഇട്ടേക്കാണ്. വെട്ടിയതൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇനി ഇത് അടുത്ത ദിവസം ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇതെല്ലാം വാരി കൂട്ടണം. അത് കഴിഞ്ഞ് ഒന്നോടൊന്ന് എല്ലാം ഒരു സ്ഥലത്ത് കൂട്ടിയിടണം. ഇനി ഒരു 5 ഏക്കർ കൂടി ക്ലിയർ ചെയ്യാനുണ്ട് ഇതുപോലെ. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്ത് ചിളിച്ചിടക്കാണ്, പക്ഷേ ട്രാക്ടർ 4x4 ആണ്. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ ദിവസം ക്ലിയർ ചെയ്താണ്. ഈ മരമൊക്കെ ഞെരിച്ചിടിച്ച് ഇവിടെയൊക്കെ ക്ലിയർ ചെയ്തു. അപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇതിങ്ങനെ മൃഗങ്ങൾക്ക് പശുവിനെ ആടിനെയൊക്കെ വളർത്തുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചോലയ്ക്ക് വേണ്ടിയിട്ടുള്ള മരങ്ങളാണ്. ഇങ്ങനെ വേലി പോലെ വെച്ച് പിടിപ്പിച്ചത്. അപ്പോൾ അത് വേണമെങ്കിൽ വെട്ടിക്കളയാം, അല്ലെങ്കിൽ നിർത്താം. ഇതൊക്കെയാണ് പണി, പറമ്പിൽ മുട്ടൻ പണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജോലി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ചെയ്യണേ. കർഷകൻ്റെ പണികൾ തീരുന്നില്ല. കർഷകൻ എപ്പോഴും പറമ്പിലും പാടത്തുമൊക്കെ തന്നെയാണ്. പിന്നെ എനിക്കിഷ്ടമാണ് ഈ വക പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശമൊക്കെ തരിക. ഞാൻ ക്യൂൻസ്ലാൻഡിലാണ്, ഹാർവി ബേ എന്ന് പറയുന്ന സ്ഥലത്ത്. ബ്രിസ്ബെയിനിൽ നിന്നൊരു 300 കിലോമീറ്റർ നോർത്താണ്. അപ്പോൾ എന്ത് കൃഷിയാണ് ഏറ്റവും നല്ലത്, ഓസ്ട്രേലിയ ചെയ്യാൻ പറ്റിയ കൃഷി ഏറ്റവും നല്ലത് എന്താണെന്ന് പറയണം. ഞാൻ നിലവിൽ 3 ഏക്കർ സ്ഥലം പ്ലാവ് വെച്ചു. പിന്നെ ഈ പറഞ്ഞാൽ കുറച്ച് കപ്പ, ചേന, ചേമ്പ്, കൂർക്ക, പയറ്, മാവ്, അങ്ങനെയുള്ള ഐറ്റംസ്, പൊംഗ്രിനേറ്റൊക്കെ കൃഷിയുണ്ട് നമുക്ക്. കുറേശ്ശെ എല്ലാം ചെയ്ത് വരുന്നു. പിന്നെ ഇവിടെ എന്ത് കൃഷി ചെയ്യണമെന്നുള്ള ആലോചനയിലാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിർദ്ദേശം വേണം. താങ്ക് യു വെരി മച്ച്.